സത്യഭാമ പിന്നെയും ശരണ്യയുമായി തിരികെ മുറിയിലേക്ക് തന്നെ ചെന്നു. ശരണ്യാകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. ശരത്തിനെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞതുകൊണ്ട് ആർക്കും ഒരു സംശയത്തിനും ഇടവരുത്താതെ അവനെല്ലാം കൈകാര്യം ചെയ്തോളാം നുണ പറഞ്ഞാണെന്ന് ആരും സംശയിക്കില്ല. പക്ഷേ ഇവിടുത്തെ കാര്യം അങ്ങനെയല്ലല്ലോ. പണിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയും വേറെയില്ല. ഇനിയിപ്പോൾ എന്താണ് ചെയ്യാമ്മേ? പണിയുടെ മേൽ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ശരണ്യ നിരാശയായി മുഖത്തിന് കയ്യും കൊടുത്തിരുന്നു. സത്യഭാമ മിണ്ടാതെ വായും പൂട്ടിരിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും കുരുട്ടുബുദ്ധി തലയിൽ തെളിഞ്ഞാൽ അതും തിരിച്ചടിയായി വന്നു ഭവിക്കുമോ എന്നൊരു ഭയം അവരിൽ വന്നു തുടങ്ങിയിരുന്നു. അമ്മേ, ഞാനൊരു ഐഡിയ പറയട്ടെ. ശരണ്യ പെട്ടെന്നൊരു ഐഡിയ കിട്ടിയതുപോലെ പെട്ടെന്ന് സത്യഭാമയുടെ നേർക്ക് തിരിഞ്ഞു. സത്യഭാമ ഒന്ന് ചെറുതായി മൂളി. അവരുടെ ബലമില്ലാത്ത മോളിൽ കേട്ടതോടുകൂടി അമ്മയുടെ എല്ലാ പ്രതീക്ഷയും തകർന്നിരിക്കുന്നു എന്ന സത്യം ശരണ്യയ്ക്ക് മനസ്സിലായി. നമുക്ക് ഭക്ഷണ സാധനങ്ങളെല്ലാം പുറത്തുനിന്ന് ഓർഡർ ചെയ്താലോ? എല്ലാം കുറേശ്ശെയായി ഓർഡർ ചെയ്തേക്കാം. എന്നിട്ട് ഓരോ പാത്രങ്ങളിലാക്കി അങ്ങ് വിളമ്പാം. എന്തായാലും ആ സമയത്തേക്കാനും ആരും വരില്ലല്ലോ അടുക്കളയിലേക്ക്. അമ്മ എന്ത് പറയുന്നു? ശരണ്യ കുരുട്ടുബുദ്ധി തലയിൽ തെളിഞ്ഞതുപോലെ അമ്മയെ നോക്കി ചോദിച്ചു. സത്യഭാമയുടെ മുഖം വിടർന്നു. നിനക്ക് ബുദ്ധിയുണ്ട്, എങ്ങനെ ഉണ്ടാകാതിരിക്കും? എൻ്റെ മോളല്ലേ? അഭിമാനത്തോടുകൂടി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സത്യഭാമ പറഞ്ഞു. എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്തു കളയാം അല്ലേ അമ്മേ? ആ മോളെ, അത് തന്നെയാ ഒരു വഴി. ഇനിയുള്ളത് കുറച്ചധികം പൈസ ചിലവ് വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അതൊന്നും സാരമില്ല അമ്മേ, ഇപ്പോൾ തൽക്കാലം എല്ലാം അങ്ങ് ഓർഡർ ചെയ്ത് കളയാം. മാനം രക്ഷിക്കേണ്ടേ അവർക്ക് മുന്നിൽ? പൈസ പോകുന്നത് പോട്ടെ. ശരണ്യ ഫോൺ എടുത്തുകൊണ്ട് ഓർഡർ ചെയ്യാൻ ആരംഭിച്ചു. സത്യഭാമയോടുകൂടി തിരക്കി. അവർ കൂടി താല്പര്യമുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തു. എന്നിട്ട് മുത്തശ്ശിയെയും കൂട്ടി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ശരത്തിനോട് എല്ലാ ഭക്ഷണങ്ങളും കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ ആരുമൊന്നും സംശയിക്കില്ലല്ലോ. നമുക്ക് വേഗം തന്നെ ഒരു കാര്യം ചെയ്യാം മോളെ. അടുക്കളയിൽ ചെന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നത് പോലെ അഭിനയിക്കാം. അതല്ലെങ്കിൽ അടുക്കളയിലൊന്നും പാചകം ചെയ്തിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാകും. സത്യഭാമ പറഞ്ഞു. അത് ശരിയാ അമ്മേ, ഞാനും അത് ഓർത്തില്ല. ശരണ്യ ഉടനെ അമ്മയെയും കൂട്ടി അടുക്കളയിലേക്ക് പുറപ്പെട്ടു. അടുക്കളയിൽ ചെല്ലുമ്പോൾ ഭാർഗവിയും ഭവാനിയും അടുക്കള വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. പാചകത്തിനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് അടുപ്പിച്ച് തന്ന ഞങ്ങൾ തുടങ്ങാമായിരുന്നു. സത്യഭാമ ഭാർഗവിയെ നോക്കി പറഞ്ഞു. ഭാർഗവി ചിരിയോടെ ഭവാനിയെ ഒന്ന് നോക്കി കണ്ണു കാണിച്ചു. അയ്യോ, ഒന്നും ചെയ്തു തരരുത് എന്നാണ് രുദ്രമോൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളങ്ങ് പോയേക്കുക, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജോലി തെറുക്കും. ചെയ്ത പണി മുഴുവനാക്കി കഴിഞ്ഞപ്പോൾ ഭവാനിയും ഭാർഗവിയും അവിടെ നിന്നും സ്ഥലം വിട്ടു. സത്യഭാമയ്ക്കും ശരണ്യയ്ക്കും അത് തന്നെയായിരുന്നു വേണ്ടത്. അവർ ഉടനെ തന്നെ അടുക്കള വാതിൽ അകത്തു നിന്നും ലോക്ക് ചെയ്തു. ഈ ശരത്തൊന്ന് വേഗം വന്നെങ്കിൽ. ശരണ്യ ഞൊട്ട പൊട്ടിച്ചുകൊണ്ട് ടെൻഷനോടെ കൂടി പറഞ്ഞു. നീ ഇങ്ങനെ ടെൻഷനാകാതിരിക്ക്, അവൻ ഉടനെ വരും. വന്നാൽ തന്നെ ഈ സാധനങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് അടുക്കളയിലേക്ക് എത്തിക്കുക? പിന്നെ അവർ കാണാതെല്ലാം അകത്തേക്ക് കൊണ്ടുവരികയും വേണ്ടേ? അവനെല്ലാം ഒരു ബാഗിലാക്കി കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ വരാറാകുമ്പോൾ വിളിച്ചു പറയും. ആരും കാണാതെ നമുക്ക് ഈ അടുക്കള വാതിൽ വഴി ഗേറ്റ് സമീപം ചെന്ന് നിൽക്കാം. എന്നിട്ട് ബാഗ് മാത്രം അവൻ്റെ കയ്യിൽ നിന്നും ആരും കാണാതെ വാങ്ങി ഇതുവഴി കയറി വരാം. അപ്പോൾ ആരും ഒന്നും സംശയിക്കില്ലല്ലോ. അങ്ങനെ ചെയ്യാമല്ലേ? എല്ലാം നല്ലതുപോലെ നടന്നാൽ മതിയായിരുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇത്തവണ നമ്മുടെ ഒരു പ്ലാനും പാളിപ്പോകില്ല. കാര്യങ്ങളെല്ലാം അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായി നടന്നിരുന്നു. ശരത് ഗേറ്റിന് സമീപം എത്താറായപ്പോൾ സത്യഭാമയെ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞു. സത്യഭാമ ശരത്ത് കൊണ്ടുവന്ന സാധനങ്ങൾ ഗേറ്റ് തുറന്ന് വാങ്ങിവെച്ചു. സെക്യൂരിറ്റിക്കാണെങ്കിൽ അവരെ പരിചയമുള്ളതുകൊണ്ട് അകത്തുനിന്നും ഗേറ്റ് തുറന്നപ്പോൾ അയാളൊന്നും പറയാനും നിന്നില്ല. സാധനങ്ങളെല്ലാം വലിയ ബാഗിൽ അകത്തേക്ക് തൂക്കിക്കൊണ്ടുവന്നവർ പല പാത്രങ്ങളിലായി നിറച്ചു വെച്ചു. ആർക്കും സംശയങ്ങളൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി 1-2 പാത്രങ്ങളിൽ കറിയുടെ അവശിഷ്ടങ്ങൾ പുരട്ടി സിങ്കിൽ ഇട്ടു വെച്ചിരുന്നു. അതിനുശേഷം ശരത്ത് കാറിലിരിക്കുന്ന മുത്തശ്ശിയെ അകത്തേക്ക് കയറ്റി. അവർ വന്നതോടെ നിദ്ര ഗായത്രി ദേവിയുമായി വേഗം തന്നെ പുറത്തേക്ക് ചെന്ന് അവരെ വരവേൽക്കാൻ വേണ്ടി നിന്നു. ഇപ്പം എങ്ങനെയുണ്ട് മുത്തശ്ശിക്ക്? നിദ്ര ഓടിച്ചെന്ന് മുത്തശ്ശിയുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കെന്ത് കുഴപ്പം? വെറുതെ ഇരുന്ന് എന്നെ പെട്ടെന്ന് പിടിച്ചു വലിച്ചിവൻ കൊണ്ടുവന്നതാ. നിന്നെ കാണാനാണ് വരുന്നതെന്നും പറഞ്ഞില്ല. ഞാൻ കരുതി എന്നെ കൊണ്ടു കളയാൻ പോകുവാണെന്ന്. മുത്തശ്ശി ശരത്തിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. നിദ്ര പകച്ചുകൊണ്ട് സത്യഭാമയെയും ശരണ്യയെയും നോക്കി. അവരുടെ മുഖം വെളുത്തു വിളറി. ഈ തള്ളെല്ലാം നശിപ്പിച്ച് കയ്യിൽ തരുമോ അമ്മേ? ശരണ്യ സത്യഭാമയോട് പെറുപുറത്തു. അമ്മയ്ക്കിടക്ക് ഓർമ്മ പോകും, അതുകൊണ്ടാണ്. ഒന്നും വിചാരിക്കല്ലേ. ഒരു ചമ്മിയ ചിരിച്ചുകൊണ്ട് സത്യഭാമ പറഞ്ഞു.
ഞാൻ 1-2 പേരെ അങ്ങോട്ടേക്ക് അയച്ചിരുന്നല്ലോ. അവർ വന്നില്ലേ? രുദ്രൻ ശരത്തിനെ നോക്കി തിരക്കി. അവരെത്തും മുന്നേ തന്നെ മുത്തശ്ശി ഓക്കെ ആയി. ഞാൻ പിന്നെ അവരെ പറഞ്ഞു വിട്ടു. ശരത്ത് ഒരുവിധം തടി തപ്പി. രുദ്രനൊന്ന് ഇരുത്തി മൂളി. അവനും എന്തൊക്കെയോ കല്ലുകടി അനുഭവപ്പെട്ടിരുന്നു ആ സമയം. നിദ്ര മുത്തശ്ശി അകത്തേക്ക് കൊണ്ടിരുത്തി. അവളെ കണ്ടപ്പോൾ മാത്രമാണ് മുത്തശ്ശി കുറച്ചെങ്കിലും മുഖം തെളിഞ്ഞത് എന്ന് രുദ്രനെ കണ്ടു. ഗായത്രി ദേവിയെ, ഭവാനിയെയും ഭാർഗവിയെയും കൊണ്ടൊരു വെളിച്ചം കലക്കുന്ന രീതിയിലുള്ള മുറി മുത്തശ്ശിക്കായി ഒരുക്കി. മുത്തശ്ശി ഇവിടെ ഉള്ളത് നല്ലതാണെങ്കിലും സത്യഭാമ മക്കളുമായി വീട്ടിൽ നിൽക്കുന്നത് നല്ലതിനല്ല എന്ന് ഗായത്രി ദേവിയുടെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും അവർ അത് മകനോട് സൂചിപ്പിക്കാൻ മടിച്ചു. മുത്തശ്ശി വന്നതുകൊണ്ട് തന്നെ നിദ്ര ഏറെ സന്തോഷത്തിലായിരുന്നു. ഗായത്രി ദേവി അവളുടെ സന്തോഷം കണ്ടപ്പോൾ പിന്നീട് ഒന്നിനെയും പറ്റി വേവലാതിപ്പെടാൻ നിന്നില്ല. രാത്രി ഏറെയായിരുന്നു. ഗായത്രി ദേവി അടുക്കളയിലേക്ക് ചെന്നൊന്ന് നോക്കി. സത്യഭാമയും ശരണ്യയും കൂടി എല്ലാം തയ്യാറാക്കിയെന്ന ഭാവത്തിൽ ഭക്ഷണമെല്ലാം പാത്രത്തിൽ നിറച്ചു വെച്ചിരിക്കുന്നത് കണ്ട് അവർ അതിശയപ്പെട്ടു. ഇനി ഇവർ പറഞ്ഞത് നേരായിരിക്കുമോ എന്ന് കൂടി അവർ സംശയിച്ചു. ശരണ്യയ്ക്ക് പാചകം വശമില്ലെന്ന് ധരിക്കാനും വയ്യല്ലോ. ചിലപ്പോൾ ആ കുട്ടിക്ക് അതെല്ലാം അറിഞ്ഞിരിക്കാനും മതി. ഇത്ര വേഗമെല്ലാം തയ്യാറായോ? അത്ഭുതത്തിൽ അവരുടെ നേർക്ക് ചെന്ന് ഗായത്രി ദേവി ചോദിച്ചപ്പോൾ സത്യഭാമയുടെ ചൊടിയിൽ അഹങ്കാരം നിറഞ്ഞ ഒരു പുഞ്ചിരി വിടർന്നു. പിന്നെ ഇല്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ശരണ്യമോൾ എടിപിടിയെന്നൊക്കെ റെഡിയാക്കുമെന്ന്. അവൾക്കെല്ലാം ചെയ്യാൻ നിമിഷ നേരം മതി, സത്യഭാമ പറഞ്ഞു. ഗായത്രി ദേവി സംശയത്തോടെ സിങ്കിൻ്റെ നേർക്ക് നടന്നു നീങ്ങി. ഭക്ഷണം പകർത്തിയ 1-2 പാത്രമല്ലാതെ അവിടെയൊന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല. ഇതിന്മേൽ പാത്രങ്ങളും കഴുകിയോ? ഒക്കെ മോൾ തന്നെ കഴുകി വെച്ചു. അതൊന്നും വേണ്ടിയിരുന്നില്ല. പാത്രം കഴുകലൊക്കെ ഭവാനി ചേച്ചിയും ഭാർഗവി ചേച്ചിയും കൂടി ചെയ്തോളാമായിരുന്നു. ഓ, അതൊന്നും സാരമില്ലെന്നേ. അല്ലെങ്കിൽ തന്നെ സ്വന്തം കൈകൊണ്ട് ഉപയോഗിച്ചൊരു പാത്രവും മറ്റൊരാളെ കൊണ്ട് കഴുകി വെപ്പിക്കാൻ മോൾ സമ്മതിക്കില്ല. അവൾക്ക് അങ്ങനെ ഒരു ദുശീലമേ ഇല്ല. നിദ്രയാണെങ്കിലോ അവളുടെ എച്ചിൽ പാത്രം കൂടി ഞങ്ങൾ കഴുകണം. സത്യഭാമ നിദ്രയെ പറ്റി പറഞ്ഞു തുടങ്ങിയതോടെ ഗായത്രി ദേവി അനിഷ്ടത്തോടെ ഒന്ന് മൂളി. എന്തൊക്കെ കറികളുണ്ട്? പാത്രങ്ങൾ മൂടി തുറന്ന് ഗായത്രി ദേവി പരിശോധിക്കുമ്പോൾ ശരണ്യയുടെ നെഞ്ചിടിപ്പ് പൊട്ടാറായിരുന്നു. എല്ലാം ഉണ്ട്. ചിക്കൻ ചുക്ക, ചിക്കൻ മഞ്ചൂരിയൻ, ചിക്കൻ ന്യൂഡിൽസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിക്കൻ മപ്പാസ്, പിന്നൊരു മട്ടൻ പുലാവ് കൂടി മോൾ ഉണ്ടാക്കി. രുദ്രമോന് മട്ടൻ ഇഷ്ടമാണല്ലോ അല്ലേ? കറികൾ ഓരോന്നായി കാണിച്ചു കൊടുത്തുകൊണ്ട് സത്യഭാമ പറഞ്ഞു. എല്ലാം കണ്ടതോടെ പിന്നെയും ഗായത്രി ദേവിയുടെ സംശയം വർദ്ധിച്ചു. ഉച്ച മുതൽ രാത്രി വരെയുള്ള സമയത്തിനിടയ്ക്ക് നിങ്ങളതൊക്കെ ഉണ്ടാക്കിയോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നില്ല, വേണമെങ്കിൽ ഭവാനിയും ഭാർഗവിയോടും കൂടി ചോദിച്ചു നോക്കിക്കോ. നിങ്ങളൊക്കെ നല്ല ഉച്ചമയക്കത്തിലായിരുന്നല്ലോ. ഗായത്രി ദേവി മൂളലോടെ അവിടെ നിന്ന് പോയപ്പോൾ ശരണ്യ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു പോയി. എന്ത് സംശയമാ അമ്മേ തള്ളയ്ക്ക്. ഞാനിതൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വസിക്കാൻ വയ്യ. അവരുടെ നിദ്രമോൾക്ക് മാത്രമേ എല്ലാം അറിയൂ എന്ന വിചാരം. ശരണ്യ ഗായത്രി ദേവിയെ പോയ വഴിയെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് പറഞ്ഞു. നീ ഇത്തിരി ക്ഷമിക്കും മോളെ. പന്ത് നമ്മുടെ കോർട്ടിൽ വരുന്നതല്ലേ ഉള്ളൂ. ഇവരെ നമുക്ക് നമ്മുടെ വഴിക്ക് വരുത്താം, സത്യഭാമ പകയോടെ പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ നേരമായതും രുദ്രൻ ടേബിളിൽ ചെന്നിരുന്നു. ഈയിടെയായി നിദ്രയെ കാണാൻ തന്നെ കിട്ടുന്നില്ല എന്ന് അവൻ ഓർത്തിരുന്നു. സദാസമയവും നിദ്ര മുത്തശ്ശിയുടെ മുറിയിലാണ്. അവൻ അങ്ങനെ വിചാരിച്ചതോടെ മുത്തശ്ശിയെ ശ്രദ്ധാപൂർവം ഡൈനിങ് ഹാളിലേക്ക് നടത്തിച്ചുകൊണ്ട് വരികയായിരുന്നു നിദ്ര. അവരുടെ കണ്ണുകൾ തമ്മിലിടിഞ്ഞതും നിദ്ര വേഗം നോട്ടം മാറ്റി. രുദ്രന് എന്തെന്നില്ലാത്ത നിരാശ തോന്നി. ടേബിളിൽ നിരന്നിരിക്കുന്ന വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ട് രുദ്രൻ്റെ കണ്ണ് തള്ളി. ഇതൊക്കെ ശരണ്യ ഉണ്ടാക്കിയതാണോ? രുദ്രൻ അത്ഭുതത്തോടെ ചോദിച്ചു. നിദ്ര പകച്ചു നിൽക്കുകയായിരുന്നു. ഈ വിധം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ ശരണ്യ എപ്പോൾ പഠിച്ചു? ഒരു പപ്പടം പോലും നേരാവണ്ണം കാച്ചാൻ അറിയാത്തവളാണ്. ഉവ്, ഒരു ദോശ പോലും മറിച്ചിടാത്തവളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. വല്ല ഹോട്ടലിൽ നിന്നും പാർസൽ വാങ്ങിയതാകും. മുത്തശ്ശി വിരയ്ക്കുന്ന സ്വരത്തിൽ പറഞ്ഞു വന്ന് നിദ്രയുടെ കയ്യും പിടിച്ച് അവളുടെ സഹായത്തോടെ കസേരയിലിരുന്നു. നിദ്രയ്ക്ക് ചിരി വന്നുപോയി. സത്യഭാമയും ശരണ്യയും മുഖം വിളറി നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ തന്നെ ഗായത്രി ദേവിയുടെ മുഖം സംശയത്തിൽ കുതിർന്നു. അമ്മ വെറുതെ ഓർമ്മയില്ലാതെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. സത്യഭാമ വിയർപ്പ് തുടച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കൊരു ഓർമ്മക്കുറവും ഇല്ല. എന്നെ അങ്ങനെ ഓർമ്മയില്ലാത്തവളായി മൂലക്കിരുത്താമെന്ന് നീയും നിന്റെ മോളും കരുതണ്ട കേട്ടോ, മുത്തശ്ശി തെല്ലുറക്കെ തന്നെ പറഞ്ഞു. സത്യഭാമ പരവേഷം മറച്ച് എല്ലാവർക്കും നേരെ വെളുക്കെ ചിരിച്ചു. എങ്കിലും രുദ്രൻ അത്രയും വിഭവങ്ങൾ കണ്ട് അതിശയപ്പെട്ടിരിക്കുകയായിരുന്നു. ഓരോന്നും ടേസ്റ്റ് ചെയ്തുകൊണ്ട് അവൻ ശരണ്യയും സത്യഭാമയും മാറി മാറി നോക്കി. ഷെഫ് എങ്ങാനുമാണോ ശരണ്യ?
സംശയത്തോടെ നെറ്റി ചുളിഞ്ഞുകൊണ്ട് രുദ്രൻ ചോദിച്ചു. അതെന്താ രുദ്രൻ മോനെ അങ്ങനെ ചോദിക്കാൻ? സത്യഭാമ ഒന്നും അറിയാത്തതുപോലെ തിരക്കി. അല്ല, എല്ലാത്തിനും ഒരു പ്രൊഫഷണൽ ടച്ച്, ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പോലെയുണ്ട് എല്ലാ ഡിഷും. എന്തായാലും കൊള്ളാം, ബട്ട് ഒരു ഹോം മെയ്ഡ് ഫീൽ ഇല്ല കേട്ടോ. രുദ്രൻ പറഞ്ഞു. ശരണ്യ കള്ളമുഖത്ത് തെളിയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. സത്യഭാമ അപ്പോഴും പതറാതെ പിടിച്ചു നിന്നിരുന്നു. അവർക്ക് മുത്തശ്ശിയെ മാത്രമായിരുന്നു ഭയം. ഞാൻ പറഞ്ഞില്ലേ മോനെ, അവൾക്കെല്ലാം അറിയാമെന്ന്. മോൻ ഇങ്ങനെയുള്ള ഡിഷാകും ഇഷ്ടമെന്ന് കരുതിയാണ് അവളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പിടിച്ചത്. സത്യഭാമ അവൻ്റെ ആ സംശയത്തെ പോലും ന്യായീകരിച്ചുകൊണ്ടിരുന്നു. രുദ്രനൊന്ന് മൂളി. നിദ്രയ്ക്ക് പോലും അതുവരെ ഇല്ലാത്ത സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. അമ്മ വന്നൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിയേ, ഞാൻ പറഞ്ഞത് നേരല്ലേ എന്ന്. രുദ്രൻ ഗായത്രി ദേവിയെ കൂടി കഴിക്കാനായി വിളിച്ചു. അവരൊരു ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് എല്ലാം ഓരോന്നായി രുചിച്ച് നോക്കാൻ തുടങ്ങി. അവരുടെ സംശയങ്ങൾ കൂടുതൽ ബലത്തിലായി. രുദ്രൻ പറഞ്ഞത് നേരാണ്, എല്ലാത്തിനും ഒരു റെസ്റ്റോറൻറ്റ് ഫുഡിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. ഗായത്രി ദേവി അഭിപ്രായപ്പെട്ടു. സത്യഭാമ ശരണ്യെ നോക്കിയപ്പോൾ അവൾ പേടിച്ച് വിളറി നിൽക്കുന്നത് കണ്ടു. നിങ്ങളൊക്കെ എന്താ പറഞ്ഞു വരുന്നത്? ഞങ്ങളീ കാണുന്നതെല്ലാം പുറത്തുനിന്ന് വാങ്ങി വന്നിട്ടൊരു നാടകം കളിക്കുകയാണെന്നാണോ? സത്യഭാമ ചെറിയൊരു ദേഷ്യം സംസാരത്തിൽ വരുത്തിക്കൊണ്ട് ചോദിച്ചു. അയ്യോ, അങ്ങനെയൊന്നുമല്ല ആൻറ്റി. അങ്ങനെ പറഞ്ഞാലും അതങ്ങനെയാകില്ലല്ലോ. എൻ്റെ മോൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവൾ നന്നായി വെച്ചുണ്ടാക്കും. ജന്മനാ കിട്ടിയ കൈപുണ്യമാണ് അവൾക്ക്. ഒരു ഷെഫാകണമെന്ന് തന്നെയായിരുന്നു അവളുടെ ആഗ്രഹം. പിന്നെന്ത് ചെയ്യാനാ? അതൊക്കെ പഠിപ്പിക്കാൻ എൻ്റെ കയ്യിൽ പണം എവിടെ നിന്നിരിക്കുന്നു? സത്യഭാമ കള്ളക്കണ്ണീരൊഴുക്കി തുടങ്ങിയിരുന്നു. നിദ്ര പകച്ചുകൊണ്ട് അവരെ നോക്കി. ഇതൊക്കെ എപ്പോ? ഷെഫോ? അതും ശരണ്യ? നിദ്രയ്ക്ക് ചിരിക്കാനും കരയാനും വയ്യാത്ത ഒരുതരം അവസ്ഥയായി. എന്തായാലും ഇത്രയുമൊക്കെ കഷ്ടപ്പെട്ട് എൻ്റെ മോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു നല്ല വാക്ക് പറയാൻ നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. എല്ലാം ചെയ്യാമെന്ന് ഏറ്റ ഞങ്ങൾക്കിത് വേണം. ഒക്കെ രുദ്രൻ മോനോടുള്ള ഇഷ്ടം കൊണ്ടാ അവൾക്ക്. അവളുടെ ജീവനാ രുദ്രൻ മോനെ. രുദ്രൻ മോൻ്റെ ഒരു പടം പോലും കാണാതെ വിടില്ല അവൾ. സത്യഭാമ അതിൻ്റെ ഇടയിൽ കൂടി ശരണ്യയുടെ മനസ്സിലുള്ള രുദ്രനോടുള്ള മോഹം കൂടി തിരികെ കയറ്റി. നിദ്ര ഞെട്ടലോടെ ഒന്ന് അവരെ നോക്കി. രുദ്രൻ അതിശയത്തിൽ ശരണ്യെ നോക്കുമ്പോൾ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു പോയതും നിദ്ര കണ്ടു. അവളുടെ ഉള്ളിൽ കനലെരിഞ്ഞു തുടങ്ങി. മതി, ശരണ്യ ഇത്രയുമൊക്കെ ഒറ്റയ്ക്ക് ചെയ്തെങ്കിൽ അവളും മിടുക്കി തന്നെ. നന്നായിട്ടുണ്ട് കുട്ടി, ഭക്ഷണം നല്ലതാണ്. ആ നിമിഷത്തിൻ്റെ അപാകത പരിഹരിക്കാൻ എന്നോണം ഗായത്രി ദേവി ഉടൻ അവളെ അഭിനന്ദിച്ചു. രുദ്രൻ നിദ്രയെ ശ്രദ്ധിച്ചിരുന്നു. താൻ ശരണ്യെ പരിഗണിക്കുന്നത് അവൾക്ക് പിടിക്കുന്നില്ല എന്ന് അവന് മനസ്സിലായപ്പോൾ മനഃപൂർവ്വം അവളെ ഇട്ട് കളിപ്പിക്കാൻ തന്നെ രുദ്രൻ ഒരുങ്ങി. അങ്ങനെയല്ലമ്മേ, ഈ ഫുഡെല്ലാം നന്നായിരിക്കുന്നു. ശരണ്യ നല്ല മിടുക്കി തന്നെ കേട്ടോ. നിദ്ര ഉണ്ടാക്കിയ ഭക്ഷണത്തെക്കാളും എന്തുകൊണ്ടും നല്ലതാണ്. ആൻറ്റി പറഞ്ഞതുപോലെ ഇനി ഞാൻ പോകുമ്പോൾ ശരണ്യെ കൊണ്ട് പോകേണ്ടി വരുമോ എന്നാണ് കരുതുന്നത്. രുദ്രൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് നിദ്രയെ ഒന്ന് നോക്കി. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് ഒരാപ്പിൾ പോലെ തുടുത്തിരുന്നു. രുദ്രൻ ചിരിയോടെ അവളിൽ നിന്നും കണ്ണുകളെടുത്ത് ഭക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നോക്കി. ശരണ്യ പക്ഷേ രുദ്രൻ്റെ ആ വാക്കുകളിൽ പൂത്തുലഞ്ഞു പോയിരുന്നു. സത്യഭാമ പോലും അവൻ ശരണ്യയ്ക്ക് ചാഞ്ഞു തുടങ്ങിയെന്ന് കരുതിപ്പോയി. ശരണ്യ ഫിലിമിൽ ഒരു കൈ നോക്കുന്നു. ഒരു നല്ല ഫോട്ടോ ഫേസ് ഉള്ളവർക്ക് സിനിമയിൽ ഷൈൻ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഞാനൊരു റോൾ വാങ്ങിത്തരാം. രുദ്രൻ പിന്നെയും ശരണ്യെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. നിദ്രയ്ക്ക് അവിടം വിട്ട് പോകണമെന്നുണ്ടായിരുന്നു. എങ്കിലും മുത്തശ്ശി ഉള്ളത് കൊണ്ട് നിദ്ര ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു. ശരണ്യ ഒരു വിജയിയെ പോലെ നിദ്രയെ നോക്കുന്നുണ്ട്. നിന്നിൽ നിന്നും ഞാൻ ഇവനെ അകറ്റുമെന്നൊരു ഭാവത്തിൽ.